പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ സൈനിക പദ്ധതികളോ മുൻതൂക്കമോ ഇല്ലെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർ മാർക്ക് കെല്ലി. യുദ്ധം 2 മാസം പിന്നിട്ടപ്പോഴും അമേരിക്ക നിരായുധരായിക്കൊണ്ടിരിക്കുകയാണെന്നും നീണ്ടുപോകുന്നത് മറ്റ് ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ കഴിവിനെ ദുർബലപ്പെടുത്തുമെന്നും യുഎസ് സെനറ്റർ കെല്ലി പറഞ്ഞു. നിലവിലെ പ്രതിസന്ധികൾക്കിടെ തായ്വാനെതിരെ ചൈന നീങ്ങിയാൽ അവരെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്നും ഈ യുദ്ധം നമ്മെ കൂടുതൽ അശക്തരാക്കുകയാണെന്നും കെല്ലി മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെ അത്യാധുനിക ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കയിലാക്കുന്നുണ്ടെന്നും ആയുധശേഖരം പഴയപടിയാക്കാൻ കാലതാമസം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടങ്ങിവെച്ച യുദ്ധങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നതിലാണ് കാര്യം. സംഘർഷങ്ങളെല്ലാം ദിവസങ്ങളോ ആഴ്ചകളോ മാത്രം നീണ്ടു നിൽക്കുന്നു എന്നാണ് അധിക പേരുടെയും ധാരണ. അങ്ങനെയാണ് നാം ശീലിച്ചിട്ടുള്ളത്. എന്നാൽ യുദ്ധങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയാലോ അത് രാഷ്ട്രത്തിന്റെ സകല മേഖലകളെയും ദോഷകരമായി ബാധിക്കും. ഇറാൻ യുദ്ധം നീണ്ടുപോകുന്നത് നമ്മെ നിലവിലുള്ളതിലും ഭീകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും കെല്ലി വ്യക്തമാക്കി. നീണ്ടുപോകുന്ന ഈ യുദ്ധത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? പുതിയ യുദ്ധങ്ങളിലേക്കില്ലെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. നാശനഷ്ടങ്ങളെല്ലാം നികത്തുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ നേരെ തിരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇറാനെതിരായ യുദ്ധം കാര്യങ്ങളെല്ലാം തകിടം മറിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെ നടന്ന പോളിംഗ് ഫലം പ്രകാരം ആഗോള എണ്ണ പ്രതിസന്ധിക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും കാരണമായ ഇറാൻ യുദ്ധം തുടരുന്നതിനോട് ഒട്ടുമിക്ക അമേരിക്കക്കാർക്കും താൽപര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമുസ് അടച്ചതോടെ ലോകം ഒന്നടങ്കം കനത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി സമ്പൂർണ്ണ വെടിനിർത്തലിനായി ഇറാൻ കൈമാറിയ സമാധാന നിർദ്ദേശങ്ങൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളുകയും ചെയ്തു. ഇറാന്റെ പ്രതികരണം തീർത്തും അസ്വീകാര്യമാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ കബളിപ്പിക്കുകയാണെന്നും ഇനിയും അത് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾക്കായി ചൈനയിലേക്ക് പോകുകയും ചെയ്തു. മെയ് 13 മുതൽ 15 വരെ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ട്രംപ് എത്തുന്നത്. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ വിഷയത്തിൽ യുഎസും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ തുടരുമെന്ന് മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥരും അറിയിച്ചു. റഷ്യൻ വിഷയവും ചർച്ച ചെയ്യും. ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇറാനെയും റഷ്യയെയും കുറിച്ച് ഇരു നേതാക്കളും നിരവധി സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഇറാൻ വിഷയത്തെക്കുറിച്ചും റഷ്യ വിഷയത്തെക്കുറിച്ചും ഷീ ജിൻപിങ്ങുമായി നിരവധി തവണ സംസാരിച്ചു. ആ രണ്ട് ഭരണകൂടങ്ങൾക്കും ചൈന നൽകുന്ന സഹായം, സാധനങ്ങൾ എന്നിവ അജണ്ടയിൽ ഉൾപ്പെടുത്തും. ആയുധ കയറ്റുമതിയുടെ സാധ്യതയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് യുഎസ് വക്താവ് പറഞ്ഞു. യുഎസ് ചൈന ബോർഡ് ഓഫ് ട്രേഡ്, ബോർഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയിലെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുന്നുവെന്ന് യുഎസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വ്യാപാരത്തിൽ പരസ്പര താൽപര്യമുള്ള മേഖലകൾ തിരിച്ചറിയുന്നതിൽ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. വ്യവസായം, എയ്റോസ്പേസ്, കൃഷി, ഊർജ്ജം എന്നിവയുൾപ്പെടെയുള്ള കൂടുതൽ കരാറുകളെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്യും. തായ്വാനെക്കുറിച്ച് ഇരു നേതാക്കളും തുടർച്ചയായ സംഭാഷണം നടത്തുന്നുണ്ടെന്നും അമേരിക്കൻ നയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാൻ എണ്ണ ടാങ്കറുകൾ ആക്രമിക്കുന്നത് തുടർന്നാൽ പശ്ചിമേഷ്യയിലെ യുഎസ് താവളങ്ങളിലൊന്ന് തകർക്കുമെന്നാണ് ഇപ്പോഴത്തെ ഇറാന്റെ ഭീഷണി. ഒമാൻ കടലിൽ 2 ഇറാൻ ടാങ്കറുകൾ അമേരിക്കൻ സേന ആക്രമിച്ചതിനു പിന്നാലെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് രംഗത്തെത്തിയത്. ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനിടെയും ലബനനിലും ഗസയിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. തെക്കൻ ലബനനിൽ 24 മണിക്കൂറിനിടെ 29 പേരാണ് ഇസ്രയേൽ കുരുതിക്കിരയായത്. ഇറാൻ ടാങ്കറുകൾ, വാണിജ്യ കപ്പലുകൾ എന്നിവയ്ക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിൽ ഒന്നിനുമേൽ കനത്ത ആക്രമണത്തിനിടയാക്കും. ശത്രു കപ്പലുകളും ലക്ഷ്യം വയ്ക്കും, റവല്യൂഷണറി ഗാർഡ്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹോർമൂസിലും പരിസരത്തും കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഖത്തർ തീരത്തുനിന്ന് 43 കിലോമീറ്റർ അകലെ ചരക്കു കപ്പലിനു നേരെ ഡ്രോൺ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കി. അബുദാബി തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പലാണ് കഴിഞ്ഞ ദിവസം രാവിലെ ആക്രമിക്കപ്പെട്ടത്. തീ അണച്ചതായും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഖത്തർ അറിയിച്ചു. ഖത്തറിൽ നിന്ന് പാചകവാതവുമായി പുറപ്പെട്ട കപ്പൽ ഹോർമൂസ് കടന്ന് പാകിസ്ഥാനിലെ ഖാസിം തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കു നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം തുടരുന്നതും സംഘർഷം കനക്കുമെന്ന ആശങ്ക ഉയർത്തുകയാണ്. ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി കുവൈത്തും യുഎഇയും അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് 2 ഇറാൻ കപ്പലുകൾ യുഎസ് ആക്രമിച്ചത്. ഹോർമൂസിൽ ഇറാൻ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടതായി യുഎസ് സേന അറിയിച്ചു. അമേരിക്ക സമർപ്പിച്ച 14 ഇന നിർദ്ദേശങ്ങളോട് പ്രതികരണം അറിയിക്കണമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ മൗനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.